ഹലോ അസ്സാമലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മൾ ഞായറാഴ്ചയുടെ വിശേഷങ്ങളും പിന്നെ പെട്ടിവരവിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്കിന്ന് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. തക്കാളി വല്യുള്ളി എല്ലേതും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പഴുത്ത തക്കാളി നോക്കിയിട്ട് കുറച്ചും കണ്ട് എടുത്ത് വെച്ചാണ്. അപ്പോൾ ഞാൻ ഒരു 4 എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ സവാള ഒരു 2 എടുത്തിട്ടുള്ളത്, വലിയ സവാളായ കാരണം. പിന്നെ ഒരു 3 പച്ചമുളക് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് അരി നമുക്ക് കിട്ടിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് കണ്ട് ഇന്ന് ബിരിയാണി ആക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അധികം ഒരു ചിക്കനൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു നോക്കുമ്പോൾ കൊടുത്തിട്ടുള്ളത് നന്നാക്കിയിട്ട് ചെറിയ കഷ്ണാക്കിയിട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അതായിട്ട് ബിരിയാണി ആക്കണമെന്ന്. പിന്നെ നമുക്ക് കറി വെക്കണ മസാല ഒക്കെ മതിയല്ലോ ബിരിയാണി വെക്കണമെങ്കിലും. അപ്പോൾ ഞാൻ കറി വെക്കണ്ട ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിങ്ങാണ്ട് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കത്തിച്ചെടുക്കാനുണ്ട്. അപ്പം എൻ്റെ മോളും ഇവിടെ അടുപ്പ് കത്തിക്കഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കട്ടോ, എന്താ കത്തിക്കാത്തത് എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ പച്ചക്കറി എല്ലാതും നുറുക്കിയൊക്കലും എല്ലാതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ മസാലയൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ വെള്ളമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഈ ഒരു കളി ചെയ്യുന്നുട്ടാ, ഈ തോളിലിതിട്ട് ഇങ്ങനെ നടക്കൽ. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആൾ ഒന്ന് തിരിഞ്ഞ് നിൽക്കട്ടെ, ബാഗൊക്കെ ഒന്ന് തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം കുടിക്കണ കുപ്പി ഉണ്ടല്ലോ, അതിൻ്റെ വയറ് കൗത്തിലിട്ട് കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കണ്ടില്ല നമുക്ക് ചിക്കൻ കിട്ടിയിരിക്കണത് കറി വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും വേണ്ടിയില്ല അതായിട്ട് ബിരിയാണി ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് കുക്കറിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിക്ക് ഇത് വേവുള്ള ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഉപ്പിടാൻ ആദ്യം മറന്നിരുന്നു. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുത്തുകൊണ്ട് കുറച്ച് വെള്ളം മതിയിട്ട്. അപ്പോൾ ഈ വെള്ളം തന്നെ ബാക്കി ഉണ്ടാവും, നല്ല അടി പിടിക്കണ്ട വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താണ്. പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള വെള്ളത തിളക്കാൻ വരുന്ന സമയമാകുമ്പോഴത്തേന് അതിക്ക് കുറച്ച് നമ്മൾ ലീഫ് ഉണ്ടല്ലോ നമ്മൾ നെയ്ച്ചോറിലൊക്കെ ഇടുന്ന അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ ഒരു ചെറിയൊരു കഷ്ണവും പിന്നെ അതുപോലെ കല്ലുപ്പും പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ ഒരു പകുതിയും കൂടി പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങൻ്റെ ഈ പകുതി പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോറൊന്നും നമ്മൾ കൊട്ടി പിടിക്കില്ല, നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട് കിട്ടും കേട്ടോ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അരി കണ്ടില്ലേ കേടൊന്നും വന്നിട്ടില്ല കേട്ടോ. പക്ഷെ ഇതിലിങ്ങനെ ചെറുതായിട്ട് ഈ കറുത്തിട്ടുള്ള ഇതുണ്ടല്ലോ, അത് ചെറിയൊരു പൊടി പോലെ കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അതൊക്കെ കൊണ്ട് കളഞ്ഞെടുത്തിട്ട് അരിയൊക്കെ തീമിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ചോറിനുള്ള മസാല ഒക്കെ റെഡിയാക്കിയാണ്. ഞാൻ നെയ്യല്ല കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും കൂടിയാണ് ഇപ്പം ബിരിയാണി വെക്കുന്നത്. അതിക്കത് ഞാൻ വലിയ ജീരകമൊക്കെ പൊട്ടിച്ച് 2-3 പച്ചമുളക് ഉണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്തിങ്ങനെ ഗ്രാമ്പും പട്ടയും ഏലയ്ക്ക് ഒന്ന് ഓരോന്ന് പൊട്ടിച്ചെടുത്തുകൊണ്ടാണ്. പിന്നെ സവാളൊക്കെ ഒന്ന് വാട്ടിയെടുത്തത്. സവാള നന്നായി വാടിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്ക് അതിക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഉള്ള പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം മല്ലിയില എന്ന് വെച്ചാൽ ആഫ്രിക്കൻ മല്ലി ഉണ്ടല്ലോ അതാണ് ചേർത്തിട്ടുള്ളത്. മറ്റേ മല്ലിയില എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്നിട്ട് നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരുന്നു ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റ് ഇട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല അത് മാത്രമായിട്ട് പൊടികളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഗരം മസാല അതും കൂടി ചേർത്തതിന് ശേഷം ചിക്കനും കൂടി ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒന്നാക്കിയതിന് ശേഷം ഞാൻ അടുപ്പത്തേക്ക് കൊടുന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടാ. ആ തൈരും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം തീയൊന്ന് കത്തിച്ചെടുത്തിട്ട് അതിങ്ങനെ ആവി ഇങ്ങനെ പറക്കൂല നമ്മളെ മസാലയെന്ന്. ആ സമയത്ത് ഈ ഊറ്റി വെച്ചിട്ടുള്ള ചോറും കൂടിയാണ് ഇട്ട് കൊടുക്കുക. ചോറിൻ്റെ മുകളിലായിട്ട് ഒരു 50 ഗ്രാമോളം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. വേറെ ഞാനിവിടെ ഉള്ളിയൊന്നും മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, വേറെ ഡെക്കറേഷനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. 5 മിനിറ്റ് നേരം ദമ്മിട്ടിട്ട് നമ്മളെ ബിരിയാണിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ബിരിയാണിയൊക്കെ സൂപ്പറാണ്. അപ്പം ഞാനിവിടെ ബിരിയാണി വെക്കുമ്പോൾ ആർക്കേജ് ഒന്നും വയ്ക്കലില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ വയ്ക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് മുകളിൽ ഒഴിച്ച് കൊടുക്കും. പിന്നെ ഉള്ളിയൊക്കെ മൂപ്പിച്ചിടലുണ്ട് കേട്ടോ. അപ്പം ഇന്ന് അതിനൊന്നും സമയമില്ല, എല്ലാതും പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് ലാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 5 മിനിറ്റ് നേരം ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഉഷാറായിട്ടുണ്ട്, പാകത്തിനുള്ള വേവും
നല്ല അടിപൊളിന്ന് കഴിക്കാനൊക്കെ അടിപൊളി രുചിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ കച്ചമ്പർ ഉണ്ടാക്കിക്കണേ, പിന്നെ അച്ചാറുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ടാണ്. ഇന്ന് വൈകുന്നേരത്തേന്. അപ്പോൾ നമ്മളെ പുതിയങ്ങാടി നേർച്ചൻ്റെ പെട്ടി വരവ് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ മോളുവിനതവിടെ ഒരു മതിൽമലൊക്കെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അപ്പം തന്നെ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല തിരക്കാവുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ആദ്യം കണ്ട് പോകുന്നതാണ്. മോളുവിനെ ഇവിടെ ഈ മതിൽമെരുത്തിക്കാണ്ട് മോളെ കയ്യിൽ ഇവിടെ കടലയാണ് കേട്ടോ, പിന്നെ അതുപോലെ ഫ്രൂട്ടിയൊക്കെയാണ്. അത് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വരവൊക്കെ വന്നപ്പോഴത്തേന് നേരെ ഒരുപാട് ആയിരുന്നു കേട്ടോ. അത് നേരായിട്ടാണ് വന്നിക്കുന്നത്. പിന്നെ കണ്ടില്ല ഇരുട്ടായി വന്നിട്ടുണ്ട്. ഇത്രയും നേരമായിട്ട് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങളവിടെ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ വരവൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടോക്കിട്ടാ. പുതിയങ്ങാടി നേർച്ചൻ്റെ അടിപൊളി വരവാണ്. അപ്പോൾ അതിൽ ആനകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. ചെറിയ ആന